ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഡിവൈസിൻ്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊട്ടൻഷ്യോമീറ്റർ? ലാബിൽ നമുക്ക് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് കൂടെയാണ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ആ പേരിനകത്ത് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യോമീറ്ററിനെ യൂസ് ചെയ്യാം. അതുപോലെ അതുപയോഗിച്ച് ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അൺനോൺ ആയിട്ടുള്ള ഒരു സെല്ലിൻ്റെ EMF നമുക്ക് കണ്ടുപിടിക്കാം. അതുകൂടാതെ ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഈ ഡിവൈസിന് ഉപയോഗിക്കാം. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്? രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി അൺനോൺ ആയിട്ടുള്ള ഒരു സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഇനി ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും പൊട്ടൻഷ്യോമീറ്ററിനെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് നേരെ എവിടത്തേക്ക് പോവാം? ലാബിലേക്ക് പോവാം. അപ്പം നമ്മുടെ ലാബിൽ ഇതായിരിക്കുന്നു പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഇതുവരെ ഒരു വുഡൻ ബോർഡാണ്. അപ്പോൾ ഇതൊരു വുഡൻ ബോർഡാണ്. ഈ വുഡൻ ബോർഡിൽ ഇതുപോലെ രണ്ട് കണക്ഷൻ പോയിന്റ്സ് കാണും. ആ കണക്ഷൻ പോയിന്റ്സിനെ ഞാൻ A എന്നും C എന്നും വിളിക്കുന്നു. ഇനി ഇവിടുന്ന് ഒരു നിക്രോമിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മാൻഗനിൻ്റെയോ അങ്ങനെയുള്ള നമ്മൾ വയറുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ വയറുകൾ ഏതെങ്കിലും ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇതാ ഒരു ആ കമ്പിയാണ്, നിക്രോമിൻ്റെ അല്ലെങ്കിൽ മാൻഗനിൻ്റെ ഒരു കമ്പിയാണ്. കണ്ടോ? ഇതിങ്ങനെ പോയി അതിൻ്റെ ബാലൻസ് വന്ന് ഇതിൻ്റെ ബാലൻസ് വന്ന് ഇതിങ്ങനെ പോയി ലാസ്റ്റിൽ എവിടെ പിടിച്ച് കണക്ട് ചെയ്തേക്കും? സിയിൽ. അപ്പോൾ ഒരു 6 ആഗ് വേയിൽ വുഡൻ ബോർഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ റെസിസ്റ്റൻസ് വയറിനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇതിൻ്റെ ഈ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന പൊട്ടൻഷ്യോമീറ്ററിൽ ഇവിടെ ഇതുപോലത്തെ 10 സെഗ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ, അങ്ങനെ പോയി ലാസ്റ്റിൽ ഇവിടെ എത്തുമ്പോൾ 10 മീറ്റർ ആവും. അപ്പൊ 10 മീറ്റർ ലെങ്ത് ഉണ്ട്. ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ട്? 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു മാൻഗനിന്റെ കമ്പി എങ്ങനെയായിരിക്കും? ഇതുപോലെ 6 ആഗ് വേയിൽ ഒരു വുഡൻ ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. രണ്ട് എൻഡിലായിട്ട് അത് കണക്ട് ചെയ്തേക്കും. ആ രണ്ട് പോയിന്റ്സിന്റെ പേരാണ് എയും സിയും. ഈ ഡിവൈസിന്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ. സോ വാട്ട് ഡു യു നോ അബൌട്ട് പൊട്ടൻഷ്യോമീറ്റർ? ടെൽ മീ. Potentiometer is a device used to compare EMF of two cells. Potentiometer is a device used to compare EMF of two cells. Thereby, you can calculate the EMF, the unknown EMF of a cell. Then, second use, the device can be used to calculate internal resistance of a cell. So, tell me the uses of a potentiometer. Potentiometer is used to compare EMF of two cells. Thereby, you can calculate the EMF of an unknown cell. Then, second use, it is used to find internal resistance of a cell. Then, potentiometer, this is your potentiometer. Potentiometer consists of a uniform resistance wire. Potentiometer consists of a uniform resistance wire of 10 meter long. It is arranged in a 6 AG way on a wooden board between 2 points A and C. Then usually in our lab we use a potentiometer of this type. See, one segment will be 1 meter. So how many such segments will be there? 10. So total length will be 10 meter. The wire is made of nichrome or manganese. Then how many connection points are there? 2. What are they? A and C. So tell me about potentiometer. Potentiometer is a device used in the lab to compare EMF of two cells. Thereby, you can calculate the EMF of the unknown EMF of a cell. So you will be given a cell, its EMF you can calculate using this device. Then what is the second use? You can calculate the internal resistance of a cell using this device. Okay, then this is potentiometer. Potentiometer consists of a uniform resistance wire of 10 meter long arranged in a 6 AG way on a wooden board between 2 points A and C. What is the total length? 10 meter. Then it is made of nichrome, manganese, etc.
Okay, so you can make this wire using nichrome, manganese, etc. Okay, now let me tell you about the principle of a potentiometer. Potentiometer principle ആണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ഒന്നുമില്ല, വെറും സിമ്പിൾ ആണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ ഒരു പുണ്ണാക്കുമില്ല. ശ്രദ്ധിക്കൂ, എന്റെ കയ്യിൽ ഒരു കമ്പിയുണ്ട്, ഒരു നിക്രോമിന്റെ എങ്ങനെ കമ്പിയാണെന്ന് ഇരിക്കട്ടെ. ഇതിന്റെ രണ്ട് എൻഡുകളെ ഞാൻ എ എന്നും സി എന്നും വിളിക്കുന്നു. ഇതിന്റെ ലെങ്ത് എൽ സെന്റിമീറ്റർ ആണ്, ക്യാപിറ്റൽ എൽ സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഈ നിക്രോം വയറിന്റെ രണ്ട് എൻഡുകൾ ഞാനൊരു സെല്ലിൽ പിടിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സെല്ലിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഈ സെല്ലിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ആണ്. അപ്പൊ ഈ സെല്ലിനെ പ്രൈമറി സെൽ എന്നാണ് പറയുക. എന്താ പറയാ? പ്രൈമറി സർക്യൂട്ട് എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഈ സർക്യൂട്ട് എന്താണ്? പ്രൈമറി സർക്യൂട്ട്. അപ്പൊ പ്രൈമറി സർക്യൂട്ടില് ഒരു സെല്ലാണ് ഇരിക്കുന്നത്. ആ സെല്ലിന്റെ ഇ എം എഫ് എത്രയാണ്? ഇ. ഒന്നും കൂടെ, നമ്മുടെ ഇവിടെ എ സി എന്ന് പറയുന്ന ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയർ ഉണ്ട്. അതിന്റെ ലെങ്ത് എൽ സെന്റിമീറ്റർ ആണ്, ക്യാപിറ്റൽ എൽ സെന്റിമീറ്റർ ആണ്. ഇതിന്റെ രണ്ട് എൻഡ് പിടിച്ച് എവിടെ കൊടുത്തിരിക്കുന്നു? ഒരു സെല്ലിൽ കൊടുത്തിരിക്കുന്നു. ഈ സർക്യൂട്ടിനെ ഞാൻ പ്രൈമറി സർക്യൂട്ട് എന്ന് വിളിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന്റെ ഇ എം എഫ് ആയ ഈ ക്യാപിറ്റൽ എൽ ലെങ്തിൽ ഡ്രോപ്പ് ആയി പോകും. സെല്ലിന്റെ വോൾട്ടേജ്, സെല്ലിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് ഈ എൽ ലെങ്തിൽ എന്തായി പോകും? ഡ്രോപ്പ് ആയി പോകും. ഇനി ഈ സർക്യൂട്ടിൽ കൂടെ, ഈ ലൈനിൽ കൂടെ ഇപ്പൊ പോകുന്ന കറണ്ട് ഐ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ നമ്മുടെ കമ്പി കൂടെ പോകുന്ന കറണ്ട് എത്രയാ? ഐ. ഇതിന്റെ 1 സെന്റിമീറ്ററിന്, ഈ കമ്പിയുടെ 1 സെന്റിമീറ്ററിന് 6 ഓം ഉണ്ടെന്നിരിക്കട്ടെ, സ്മോൾ ആർ ഓം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കമ്പിയുടെ 1 സെന്റിമീറ്ററിൽ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നുണ്ട്? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ 1 സെന്റിമീറ്റർ എത്ര? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ 1 സെന്റിമീറ്റർ എത്ര? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ 1 സെന്റിമീറ്ററിനെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയാം. എന്തെന്ന് പറയാം? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഡ്രോപ്ഡ് ഇൻ യൂണിറ്റ് ലെങ്ത്, അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അപ്പൊ നിങ്ങൾ നോക്കൂ, സെല്ലിന്റെ ഇ എം എഫ്, സെല്ലിന്റെ വോൾട്ടേജ് ആയ ഈ ക്യാപിറ്റൽ എൽ ലെങ്തിൽ ഡ്രോപ്പ് ആയി പോകുന്നു. അപ്പോ എവരി 1 സെന്റിമീറ്ററിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നു. ഇതിൽ കൂടെ ഇപ്പൊ പോകുന്ന കറണ്ട് എത്രയാണ്? ഐ ആണ്. ഇനി ഇതിന്റെ 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് സ്മോൾ ആർ ഓം ആണെങ്കിൽ 1 സെന്റിമീറ്ററിൽ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നു? 1 സെന്റിമീറ്ററിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിനെ ഞാൻ എന്തെന്നാ പറയുക? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയും. എന്താ പറയുക? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അപ്പൊ 1 സെന്റിമീറ്ററിലുള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും? വോൾട്ടേജ് കാണാൻ എല്ലാവർക്കും അറിയാം. എന്താണ് വോൾട്ടേജ് കാണാൻ ഇക്വേഷൻ? ഐ ആർ. ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് ഐ ആണ്, അവിടുത്തെ ആർ എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. ഓക്കെ, അപ്പൊ ഐ ആർ എന്ന് പറയുന്ന വോൾട്ടേജ് 1 സെന്റിമീറ്ററിൽ ഡ്രോപ്പ് ആവും. 1 സെന്റിമീറ്ററിൽ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആവും? ഐ ആർ ഡ്രോപ്പ് ആവും. കുഴപ്പമില്ലല്ലോ. അടുത്ത 1 സെന്റിമീറ്ററിലും ഐ ആർ ഡ്രോപ്പ് ആവും. അങ്ങനെ മൊത്തം ഇയും ഇത്രയും സ്ഥലത്ത് അങ്ങ് ഡ്രോപ്പ് ആയി പോകും. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത്, ഈ സെല്ലിന്റെ ഈ എൻഡിന്റെ പേരെന്താണ്? എ. ഈ എൻഡിൽ നിന്ന് വേറൊരു സെല്ല് കണക്ട് ചെയ്യുന്നു. ആ സെല്ലിന്റെയും പോസിറ്റീവ് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സെല്ലിന്റെ ഇ എം എഫ് E1 ആണെന്ന് ഇരിക്കട്ടെ. ഇനി ഇവിടെ നിന്നൊരു ഗാൽവനോമീറ്റർ ഞാൻ കണക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നൊരു കണക്ഷൻ വയർ, എന്നിട്ട് നമ്മുടെ ജോക്കി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ജോക്കി ഇപ്പൊ കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ സർക്യൂട്ടിനെ സെക്കൻഡറി സർക്യൂട്ട് എന്നാണ് പറയുക. എന്താ പറയുക? സെക്കൻഡറി സർക്യൂട്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് എന്ത് സർക്യൂട്ടാണ്? സെക്കൻഡറി സർക്യൂട്ട്. ഇനി ഞാൻ ഈ ജോക്കിയെ നമ്മുടെ എൻഡ് എയിൽ കൊണ്ടുവന്ന് തൊടും. എൻഡ് എയിൽ തൊട്ടു. ഓക്കെ, എൻഡ് എയിൽ തൊട്ടു. എൻഡ് എയിൽ തൊട്ട് കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ തൊടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഇതാണ്ടേ, ഈ സെല്ലിന്റെ രണ്ട് എൻഡും, ആദ്യത്തെ എൻഡും ഇവിടെ കൊടുത്തിരിക്കുന്നു, രണ്ടാമത്തെ എൻഡും അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരേ പോയിന്റ് തന്നെയാണ് സെല്ല് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലേ? ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പ്രൈമറി സെല്ലിലെ കറണ്ട് ഏത് വഴി പോവും? ഗാൽവനോമീറ്റർ വഴി പോവും. അപ്പൊ ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ ഗാൽവനോമീറ്റർ ഇപ്പൊ എന്ത് കാണിച്ചോണ്ടിരിക്കുക?
ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുകയാണ് എൻ്റെ എയിൽ തൊട്ടപ്പോൾ. ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ ഈ ഗാൽവനോമീറ്റർ ജോക്കിയെ ഇവിടെ നിന്ന് ഇങ്ങനെ നിരക്കി നീക്കി ഇതാ ഇവിടെ വരെ കൊണ്ടുവന്നു. ഇവിടെ വരെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിരക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഗാൽവനോമീറ്ററിന്റെ റീഡിങ് 0യോളം വരുന്നു. കുറഞ്ഞു വന്ന് അവസാനം ഈ പോയിന്റിൽ ജെ എന്ന് പറയുന്ന ഈ പോയിന്റിൽ എത്തിയപ്പോഴേക്കും ഗാൽവനോമീറ്റർ കാണിക്കുന്ന റീഡിങ് 0 ആയി. ഗാൽവനോമീറ്റർ റീഡിങ് എത്രയായി? 0 ആയി. നമ്മുടെ എ തൊട്ട് ജെ വരെയുള്ള ഈ ലെങ്ത് സ്മോൾ എൽ സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. എത്രയാണ്? സ്മോൾ എൽ സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഇത്രയും സ്ഥലം കവർ ചെയ്ത് ഇവിടെ എത്തിയ സമയത്ത് ഗാൽവനോമീറ്റർ എത്ര കാണിച്ചു? 0 കാണിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മുടെ ഫസ്റ്റ് സെൽ കാരണം ഈ സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് പോവുകയായിരുന്നു. എത്രയാണ് ആ കറണ്ട്? ഐ. എങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് IR അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്മോൾ എൽ ലെങ്തിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാ? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ പറയൂ. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സ്മോൾ എൽ സെന്റിമീറ്റർ എത്ര വരും എന്ന് നിങ്ങൾ പറയൂ. 1 സെന്റിമീറ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് IR ആണെങ്കിൽ 2 സെന്റിമീറ്ററിലുള്ളത് 2IR ആയിരിക്കും. 3 സെന്റിമീറ്ററിലുള്ളത് 3IR ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ L സെന്റിമീറ്ററിലുള്ളത് LIR ആയിരിക്കും അല്ലെ? അപ്പൊ LIR അല്ലെങ്കിൽ IRL ആയിരിക്കും. അപ്പോ L ലെങ്തിൽ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാ? IRL ആണ്. നമ്മുടെ ഈ ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നു ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ ഇപ്പൊ കറണ്ട് പോകുന്നില്ല എന്നാണ്. ഈ ലൈനിൽ ഇപ്പൊ എന്ത് പോകുന്നില്ല? കറണ്ട് പോകുന്നില്ല. അപ്പൊ ഈ ലൈനിൽ കറണ്ട് പോകുന്നില്ല. കറണ്ട് പോകാത്തതുകൊണ്ടാണല്ലോ ഗാൽവനോമീറ്റർ 0 കാണിച്ചത്. അപ്പൊ ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ തൊട്ടിരിക്കുന്ന ഈ സെക്കൻഡറി സർക്യൂട്ടിൽ കറണ്ട് പോകുന്നില്ല. അപ്പൊ സെക്കൻഡറി സർക്യൂട്ടിലെ സെൽ ഇവിടെ വെറുതെ ഇരിക്കുന്നത് പോലെയാണ്. അപ്പൊ സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ വെറുതെ ഇരിക്കും പോലെയാണ്. അപ്പൊ ഇത് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ സെൽ E1 EMF ഉള്ള സെൽ ഇപ്പൊ ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കുന്നത് പോലെയാണ്. ഒരു സെൽ ഇപ്പൊ എന്തിലിരിക്കുന്നു? ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ 2 ടെർമിനൽസിനിടയ്ക്കുള്ള പീഡിയെ നമ്മൾ EMF എന്നല്ലേ വിളിച്ചത്? EMFന്റെ ഡെഫിനിഷൻ ഞാൻ പഠിപ്പിച്ചതാണ്. എന്താണ് EMFന്റെ ഡെഫിനിഷൻ? ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ ആ സെല്ലിന്റെ 2 ടെർമിനലുകൾക്കുള്ള ഇടയ്ക്കുള്ള പീഡിയെ ഞാൻ എന്തെന്ന് വിളിച്ചു? EMF എന്ന് വിളിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ സെൽ ഇപ്പൊ എന്തുപോലെയാണ്? ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കും പോലെയാണ്. ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കും പോലെയാണെങ്കിൽ അതിന്റെ 2 ടെർമിനലുകൾക്കിടയ്ക്കുള്ള പീഡി എന്ന് പറയുന്നത് എന്താണ്? ആ സെല്ലിന്റെ EMF ആണ് അല്ലെ? അപ്പൊ ഈ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള ഈ 2 പോയിന്റുകളെ കൊടുത്തിരിക്കുന്ന എവിടെ നോക്കൂ, ഇവിടെ അല്ലേ? അപ്പൊ ഈ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള PD പറയൂ. IRL. ഈ IRL എന്ന് പറയുന്നത് സെല്ലിന്റെ EMF ആണ്. IRL എന്ന് പറയുന്നത് സെല്ലിന്റെ EMF ആണ്. അപ്പൊ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ സെല്ലിന്റെ EMF ആയ E1 എന്തിന് ഈക്വൽ ആണ്? IRLന് ഈക്വൽ ആണ്. ഓക്കെ. ഇനി ഇവിടെ ഈ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കറണ്ട് ആണ്. അപ്പൊ ഇതിനകത്ത് I കോൺസ്റ്റന്റ് ആണ്. ഈ കമ്പിയുടെ എവരി 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആയ R കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനിക്ക് എഴുതാം E1 പ്രപ്പോർഷണൽ ടു ആണ് L എന്ന് എഴുതാം. E1 പ്രപ്പോർഷണൽ ടു ആണ് L എന്ന്. അതായത് എനിക്ക് ഇവിടെ നിന്ന് ഇതുവരെ കിട്ടിയ ഈ ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ആയിരിക്കും ഈ സെക്കൻഡറി സർക്യൂട്ടിലുള്ള സെല്ലിന്റെ EMFന്. അതായത് സെക്കൻഡറി സെല്ലിന്റെ EMF കൂടുതലാണെങ്കിൽ എനിക്ക് കൂടുതൽ ബാലൻസിങ് ലെങ്ത് കിട്ടിയിരിക്കും. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സെക്കൻഡറിയിൽ ഇരിക്കുന്ന സെല്ലിന്റെ EMF കൂടുതലാണെങ്കിൽ ഇവിടുത്തെ കിട്ടുന്ന ലെങ്തും കൂടുതലായിരിക്കും. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഇത് ഫുള്ളും ഒന്നും കൂടെ പറയും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. കൂളായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാം. എന്താണ് പൊട്ടൻഷ്യോമീറ്ററിനെ പറ്റി അറിയാന്നുള്ള കാര്യങ്ങൾ പറയൂ. പൊട്ടൻഷ്യോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ യൂണിഫോം റെസിസ്റ്റൻസ് വയർ. Potentiometer consists of a uniform resistance wire of 10 meter long. It is arranged in a zigzag way on a wooden board between 2 points A and C.
Okay, then what is the use of potentiometer? It is used to compare EMF of two cells, then thereby it is used to find an unknown EMF. Okay, then it can be used to find internal resistance of a cell. Use first one, it is used to compare EMF of two cells, thereby you can calculate the EMF of an unknown cell. Second one, it is used to find out internal resistance of a cell. Okay, two uses. Now, principle of a potentiometer. Okay, you consider a resistance wire, a uniform resistance wire, AC. Consider a uniform resistance wire, AC, of length capital L centimeter. Then its ends are connected to a cell, okay, like this. Then EMF of the cell is capital E. Then this circuit is called primary circuit. What is it called? Primary circuit. No problem. Okay. Then current in the wire, potentiometer wire, is taken as I. Then see, the resistance of 1 centimeter wire can be taken as small r ohm. Resistance of 1 centimeter is small r ohm. So how much voltage will be dropped in 1 centimeter? Voltage drop in 1 centimeter. Voltage drop in 1 centimeter. Voltage drop in 1 centimeter is called potential gradient. What is it? Potential gradient. So potential gradient. So voltage drop in unit length is called potential gradient. So what is the answer of potential gradient? Tell me. I is a current, then R is a resistance. So what is a voltage? IR. So I into R. IR volt will be dropped in, IR volt will be dropped in 1 centimeter. This answer is called potential gradient. So what is the answer of potential gradient? IR volt. No problem. In 1 centimeter, IR volt will be dropped. Now, consider another cell. Its EMF is E1. Its positive is connected to NDA. Then its negative is connected here to a galvanometer and then to a jockey. Okay, this is the jockey. Then jockey can be slided along this wire. This circuit is called secondary circuit. This is called secondary circuit. Okay, no problem. Now, jockey is now pressed at end A. Jockey is now pressed at end A. You see, the two ends are connected to the same points. You see, this positive end and this end, both are connected to this end A. So it is a closed circuit. You consider the secondary alone. It is a closed circuit. So there will be a current in this. So due to the cell of EMF E1, due to that, galvanometer will show a deflection. No doubt. Now you move your jockey towards right. When you reach this point, when you reach a point here, okay, I call that point as J, the galvanometer shows 0. So as we move from A to J, galvanometer pointer will be approaching 0, and when you reach J, galvanometer shows 0. When galvanometer shows 0, no current passes in this secondary circuit. Am I right? So secondary circuit is as if it is in open circuit. No current in this line. Galvanometer shows 0. So this circuit behaves as what? Secondary behaves as an open circuit. No problem. Now the length AJ is taken as L centimeter. Okay. Due to the first cell, how much voltage will be dropped in L centimeter? So voltage drop in L centimeter, how much? I am asking. See, due to the first cell, in every 1 centimeter, IR volt will be dropped. So in 2 centimeter, 2 IR will be dropped. In 5 centimeter, 5 IR will be dropped. So in L centimeter, L IR will be dropped. So IR into L. IRL volt will be
dropped in L centimeter. Due to the first cell, IRL volt will be dropped here. Am I right? See, what is a PD between these 2 points? It will be IRL. What is a PD between these 2 points? IRL. Now, this circuit in a petty parayu. This circuit is open. See, what is the definition of EMF in open circuit? Definition of EMF in open circuit. It is a PD between terminals of the cell. എന്നല്ലേ പഠിപ്പിച്ചേ? അപ്പോഴേ നമ്മുടെ സെൽ ഇതായിരിക്കുന്നു. ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ തന്നെയല്ലേ ഈ പോയിന്റ്? ഇത് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പോസിറ്റീവ് ടെർമിനൽ തന്നെയാണ് ഇവിടെ. നെഗറ്റീവ് ടെർമിനൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ നെഗറ്റീവ് ടെർമിനൽ തന്നെയാണ് ഈ പോയിന്റ്. ശരിയല്ലേ? See, these are the terminals. Am I right? See, PD between these 2 points is IRL. That will be equal to the EMF of the cell. എന്നല്ലേ ഞാൻ പഠിപ്പിച്ചേ? അപ്പൊ what is the PD between these 2 points? IRL. IRL will be equal to the EMF of the cell. What is the EMF of the cell? E1. അപ്പൊ ഓർത്ത് വയ്ക്കണം, നമ്മുടെ ജോക്കി ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഗാൽനോമീറ്റർ 0 കാണിച്ചാൽ ഇവിടെ ഇരിക്കുന്ന സെല്ലിന്റെ EMF ഈ സ്ഥലത്തുള്ള വോൾട്ടേജ് ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ E1 ഈസ് ഈക്വൽ ടു IRL. ഇതിനകത്ത് I കോൺസ്റ്റന്റ് അല്ലേ? R എന്ന് പറയുന്നത് എവരി 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് അല്ലേ? അതും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എനിക്ക് എഴുതാം E1 പ്രപ്പോർഷണൽ ടു L എന്ന് എഴുതാം. E1 പ്രപ്പോർഷണൽ ടു L എന്ന് എഴുതാം. അതായത് EMF ഓഫ് ദ സെൽ ഇൻ സെക്കൻഡറി പ്രപ്പോർഷണൽ ടു ആയിരിക്കും ഈ ബാലൻസിങ് ലെങ്തിന്. അതായത് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു വീക്ക് സെല്ലാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ലെങ്ത് കുറവായിരിക്കും. ഇതൊരു സ്ട്രോങ് സെല്ലാണെങ്കിൽ, സ്ട്രോങ് EMF ഉള്ള സെല്ലാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ബാലൻസിങ് ലെങ്ത് കൂടുതലായിരിക്കും. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ EMF ഓഫ് ദ സെൽ ഇൻ സെക്കൻഡറി ഈസ് പ്രപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് ഒബ്റ്റൈൻഡ്. ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. ഇപ്പൊ നേരത്തെ പറഞ്ഞതിനേക്കാളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയുമ്പോൾ പക്കയായിട്ട് മനസ്സിലാവണം. സോ ലിസൺ, write the principle of a potentiometer. See, potentiometer, what is the principle of a potentiometer? Consider a wire AC, consider a uniform resistance wire AC of length L centimeter. Its ends are connected to a cell of EMF E. This circuit is called primary circuit. Okay, the current in the wire is I. Resistance of 1 centimeter is R ohm. Then due to the cell in the primary circuit, what is the voltage dropped in 1 centimeter? It is I into small r. So voltage dropped in 1 centimeter is IR volt. This can be called as potential gradient. So what is the definition of potential gradient? Voltage drop in every 1 centimeter is called voltage drop in unit length, can be called as potential gradient. See, what is the voltage drop in 1 centimeter? I into small r. Okay. Now, positive of SL of EMF E1 is connected to NDA, negative is connected to galvanometer and then to a jockey. This circuit is called secondary. Then jockey is pressed at NDA. Then galvanometer shows a reading. Then when it is moved towards right, galvanometer pointer approaches 0. When it reaches a point J, galvanometer shows 0. Okay, then the length AJ is called balancing length. It is L centimeter. Then how much voltage is dropped in L centimeter due to the first cell? Due to the first cell, I into small r will be dropped in 1 centimeter. So how much voltage is dropped in L centimeter? IR into L. So IR into L volt will be dropped in L centimeter. Due to the first cell, IRL volt will be dropped here. Am I right? Now the important point. Galvanometer in the secondary is showing 0. So no current passes in the secondary. Secondary behaves as if it is open. Okay. So cell in secondary is as if it is in open circuit. Then think of the definition of EMF. What is EMF? So EMF is a PD between terminals when the cell is in open circuit. Am I right? This is open circuit. So
PD between terminals will be EMF. So what is the EMF? E1 will be equal to PD between these two terminals. See, this terminal is connected to end A, this terminal is connected to end J. So PD between these two is IRL. So E1 will be equal to IRL. So E1 will be equal to IRL. I and R are constants. Then E1 proportional to L, that is EMF of the cell in secondary, is proportional to the balancing length obtained. This is a principle of a potentiometer. So what is the principle of a potentiometer? EMF of the cell used in secondary will be proportional to balancing length obtained. Okay, you start from the beginning. Okay, principle once again, consider a uniform resistance wire AC of length L centimeter, capital L centimeter. The ends are connected to a cell of EMF capital E. Then the current in the wire is capital I. The resistance of 1 centimeter is R ohm. Then due to the first cell, the voltage dropped in every 1 centimeter is I into small r. This can be called as potential gradient. Then what is the next? See, secondary circuit consists of a cell of EMF E1. Its positive is connected to NDA, negative is connected to galvanometer and then to a jockey. Then jockey can be slided along the potentiometer wire. Then jockey is pressed at NDA. Galvanometer shows a deflection, no problem. Then when the jockey is moved along the wire, the pointer of the galvanometer approaches 0. When you reach the point J, the pointer reaches 0. So galvanometer shows 0. So galvanometer shows 0 means no current in the galvanometer line. So the secondary circuit is as if it is in open circuit, because no current in this line. So this is open circuit. Am I right? See, in the open circuit you can find a cell here. What is the EMF of the cell? E1. So what is the definition of EMF for open circuit? It is a PD between terminals of the cell. Am I right? See, the first terminal of the cell is connected to end A, second terminal is connected to end J. What is a PD between these two? See, due to the first cell, how much voltage is dropped in 1 centimeter? It is IR. So how much voltage is dropped in L centimeter? IRL. So due to the first cell, voltage dropped here is IRL. So IRL is a PD between A and J. So that will be equal to the EMF of the cell. So EMF of the cell is equal to IRL. I and R are constants. So E1 proportional to L, that is EMF of the cell in secondary proportional to balancing length obtained. So this is the principle of a potentiometer. So നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൽ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്ന സെല്ലിന്റെ EMF കുറവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസിംഗ് ലെങ്ത് കുറവായിരിക്കും. സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്ന സെല്ല് ഒരു നല്ല പവർഫുൾ സെല്ലാണെങ്കിൽ ഈ ലെങ്ത് കൂടുതലായിരിക്കും. This is a principle of potentiometer. മനസ്സിലായില്ലേ?